CMRL എക്സാലോജി കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAക്ക് വൻ തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതി അല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ പിന്നീട് പ്രതികരിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയും തള്ളിയത്. ഹർജി തള്ളി സുപ്രീം കോടതി ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ലെന്നും അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്താണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കി. കേസിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടപടിയെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA. പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ 1,72,00,000 രൂപ ആ കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നത്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയിട്ടുള്ളത് ഞങ്ങൾ മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനി ആയതുകൊണ്ട് കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. സത്യം ഞങ്ങളുടെ പക്ഷത്താണ്, ജനങ്ങളുടെ പക്ഷത്താണ് എന്നതുകൊണ്ടാണ് ഈ പോരാട്ടം മുമ്പോട്ട് പോകുന്നത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിലോ രേഖകളിലോ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷിച്ചാണ് നേരത്തെ ഹൈക്കോടതി ഹർജി തള്ളിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.